ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണ് രാജസ്ഥാനിലെ ബിക്കാനീറിനടുത്ത് ദേശ്നോക്കിൽ സ്ഥിതി ചെയ്യുന്ന കർണി മാതാ ക്ഷേത്രം. എലികളുടെ ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ ആധുനിക മനസ്സിന് അത്ഭുതം തോന്നാമെങ്കിലും ഇവിടുത്തെ ഓരോ മണൽത്തരിയിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദൈവിക ഐതിഹ്യമാണ്. ദുർഗാദേവിയുടെ അവതാരമായി കണക്കാക്കപ്പെടുന്ന കർണി മാതാവിൻ്റെ ഈ സന്നിധിയിൽ 25,000-ത്തിലധികം എലികളാണ് ഭയമില്ലാതെ സ്വതന്ത്രമായി വിഹരിക്കുന്നത്. അവ വെറുമൊരു ജീവികളല്ല, മറിച്ച് കാബ എന്ന് വിളിക്കപ്പെടുന്ന ദേവീദൂതന്മാരാണ്. മരണത്തിന് പോലും തോൽപ്പിക്കാനാവാത്ത മാതൃവാത്സല്യത്തിൻ്റെ കഥയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. കർണി മാതാവിൻ്റെ 4 മക്കളിൽ ഒരാളായ ലക്ഷ്മൺ കപില സരോവരം എന്ന തടാകത്തിൽ മുങ്ങി മരിച്ചപ്പോൾ ദേവി യമദേവനോട് ആ കുട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ പ്രാർത്ഥിച്ചു. ദേവിയുടെ അഭ്യർത്ഥന പ്രകാരം യമധർമ്മൻ ലക്ഷ്മണന് പുനർജന്മം നൽകി. പക്ഷേ ഒരു എലിയായിട്ടാണ് ജീവിതം കിട്ടിയത്. അതുമാത്രമല്ല, ദേവിയുടെ മറ്റു മക്കളും മരണാനന്തരം എലികളായി ജനിക്കും എന്നും അനുഗ്രഹിച്ചു. അങ്ങനെയാണ് കർണി മാതാ ക്ഷേത്രത്തിൽ എലികൾക്ക് വിശേഷ സ്ഥാനം കിട്ടാനിടയായത്. ദേവിയുടെ പിന്തുടർച്ചക്കാരായി കണക്കാക്കുന്ന ചരൺ വിഭാഗത്തിൽപ്പെട്ട ഗ്രാമവാസികൾ ഈ എലികളെ തങ്ങളുടെ വംശത്തിലെ പൂർവികരായി പരിഗണിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബിക്കാനീർ മഹാരാജാവായിരുന്ന ഗംഗാ സിംഗ് പണി കഴിപ്പിച്ച ഈ നിർമ്മിതിക്കുള്ളിൽ വെള്ളിവാതിലുകൾക്കും മാർബിൾ കൊത്തുപണികൾക്കും ഇടയിലൂടെ എലികൾ ഓടി നടക്കുന്നത് കാണാൻ ഭക്തർ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ഒഴുകിയെത്തുന്നു. ആയിരക്കണക്കിന് കറുത്ത എലികൾക്കിടയിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു വെള്ളെലിയെ ദർശിക്കുന്നത് സാക്ഷാൽ കർണി മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് തുല്യമായി വിശ്വാസികൾ കരുതുന്നു. ഭക്തിയുടെ മറ്റൊരു മനോഹരമായ കാഴ്ച ഇവിടുത്തെ വഴിപാടുകളാണ്. എലികൾക്ക് കുടിക്കാൻ വലിയ പാത്രങ്ങളിൽ പാൽ നിറച്ചു വെക്കുന്നതും അവ കുടിച്ച് ബാക്കി വെക്കുന്ന പ്രസാദം ഭക്തർക്ക് അതീവ പുണ്യത്തോടെ സ്വീകരിക്കുന്നതും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. പ്രകൃതിയും മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിൻ്റെ വലിയൊരു പാഠമാണ് ഈ ക്ഷേത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സന്ധ്യാസമയത്ത് ക്ഷേത്രത്തിൽ വരുന്ന മണിനാദങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് എലികൾക്കൊപ്പം നിൽക്കുമ്പോൾ ഭയമല്ല, മറിച്ച് പ്രകൃതിയുടെ നിഗൂഢമായ ചൈതന്യത്തിന് മുന്നിലുള്ള ഒരു കീഴടങ്ങലാണ് ഏതൊരു ഭക്തനും അനുഭവപ്പെടുക. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ മാത്രം ദൃശ്യമാകുന്ന ഈ ദൈവിക രഹസ്യം രാജസ്ഥാൻ്റെ മണ്ണിലെ ഏറ്റവും വലിയ വിസ്മയമായി ഇന്നും നിലകൊള്ളുന്നു.